ചെകുത്താൻ്റെ വായ എന്നറിയപ്പെടുന്ന ബെൽമൗസ് സ്പിൽവേ, പ്രിൻസ് ഓഫ് വെയിൽസ് ബ്രിഡ്ജ്, ഭീമാകാരന്മാരായ വിൻഡ് മിൽസ്, പിന്നെ ഓൺ ദ വേ നമ്മൾ കണ്ട വിൻറ്റേജ് കാറുകൾ, ഡെവണിൽ നമ്മൾ ചെയ്ത പ്രോഗ്രാമിൻ്റെ വിശേഷങ്ങൾ. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങിയാലോ? ഇന്ന് മാർച്ച് 26-ാം തീയതി നമുക്ക് സൗത്ത് വെയിൽസിലുള്ള മെർത്തിയ ടൈഫീൽഡ്സിലാണ് ആദ്യത്തെ പ്രോഗ്രാം. UK വന്നിട്ട് ആദ്യമായിട്ടാണ് ഞാൻ വെയിൽസിൽ പോകുന്നത്. അതുകൊണ്ട് തന്നെ നല്ല എക്സൈറ്റ്മെൻറ്റിലാണ്. നമുക്ക് ലണ്ടനിൽ നിന്ന് ഏകദേശം 180 മൈൽ, കിലോമീറ്റർ പറയുകയാണെങ്കിൽ ഒരു 300 കിലോമീറ്ററോളം ദൂരമുണ്ട് കേട്ടോ. അതിൽ തന്നെ M4 മോട്ടോർ വേയിൽ 150 മൈലിൽ കൂടുതൽ പോകണം. സാധാരണ M4-ൽ പലപ്പോഴും ഞാൻ സഞ്ചരിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ 100 മൈൽ ദൂരം എനിക്ക് വളരെ പരിചയമുള്ളത് കൊണ്ടും ചെറിയ ഒരു മടുപ്പുണ്ട് വണ്ടി ഓടിക്കാനായിട്ട്. പക്ഷേ ആ 100 മൈൽ ദൂരം കഴിഞ്ഞാൽ പിന്നെ കാത്തിരിക്കുന്നത് പുതിയ അനുഭവങ്ങളായിരിക്കും എന്നതുകൊണ്ട് തന്നെ തനിച്ചുള്ള ഈ ഒരു ഡ്രൈവ് എനിക്ക് കാര്യമായി മടുപ്പൊന്നും തോന്നിച്ചിട്ടില്ല. അത് അക്ഷരാർത്ഥത്തിൽ ശരിവയ്ക്കുന്നതായിരുന്നു ഈ കാഴ്ച. ഇതാണ് ഇംഗ്ലണ്ടിനെയും സൗത്ത് വെയിൽസിനെയും കണക്ട് ചെയ്യുന്ന പ്രിൻസ് ഓഫ് വെയിൽസ് എന്നറിയപ്പെടുന്ന 5128 മീറ്റർ, അതായത് 5 കിലോമീറ്ററോളം നീളവും 34.6 മീറ്റർ വീതിയും 137 മീറ്റർ ഉയരവും വരുന്ന ഒരു അത്ഭുതം. 1996-ൽ തുറന്നു കൊടുത്ത ഈ പാലം റിവർ സെവോം ക്രോസ് ചെയ്യുന്ന M4 മോട്ടോർവേയുടെ ഭാഗവും 6 വരി പാതയുമാണ്. ഈ പാലത്തിന് പ്രിൻസ് ഓഫ് വെയിൽ എന്ന പേര് വന്നത് 2 ജൂലൈ 2018-ലാണ്. അങ്ങനെ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് നമ്മൾ വെയിൽസിലെത്തിയിട്ടോ. ഇംഗ്ലണ്ടിൽ നിന്നും വ്യത്യസ്തമായൊരു ഭൂപ്രകൃതിയും കാലാവസ്ഥയുമാണ് വെയിൽസിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഇവിടുത്തെ മരങ്ങൾക്കും ഇലകൾക്കും വരെ എന്തൊക്കെയോ ഒരു വ്യത്യസ്തമുള്ള പോലെ എനിക്ക് തോന്നി. അങ്ങനെ വെയിൽസിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷനായ മെർത്തിയ ടൈഫീൽഡ്സ് എത്തി. ആദ്യത്തെ പ്രോഗ്രാം ഇവിടെയാണ്. ഇവിടെ മലയാളി അസോസിയേഷനും ഫിലിപ്പിനോ കമ്മ്യൂണിറ്റിയും ചേർന്ന് ഒരുക്കുന്നതായിരുന്നു ആദ്യത്തെ പ്രോഗ്രാം. അവിടുത്തെ DJ ആയിരുന്നു നമ്മുടെ പ്രോഗ്രാം. ഇന്നത്തെ എൻ്റെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് അവിടെ തന്നെ നമ്മുടെ ഒരു സുഹൃത്തായ അലൻ്റെ വീട്ടിലായിരുന്നു നമ്മുടെ സ്റ്റേ. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിൻ്റെ ഇടയിലാണ് അലൻ സജസ്റ്റ് ചെയ്തത് ഇവിടെ അടുത്ത് പോൺസ്റ്റിക്കിൾ റിസർവോയർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ടെന്ന്, കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പ്ലേസ് ആണെന്നുള്ളതും. അവരുടെ വീട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു 10 മിനിറ്റ് ഡ്രൈവ് മാത്രമേ ഉള്ളൂ എന്ന് കേട്ടപ്പോൾ ജസ്റ്റ് അവിടെ വരെ ഒന്ന് പോയി വരാം, ഒരു ചെറിയൊരു ചേഞ്ച് ആയിക്കോളുമല്ലോ, ഒരു ഡ്രൈവ് ആവുമെന്ന് കരുതി. അങ്ങനെ ജസ്റ്റ് ഒരു ഡ്രൈവ് അത്ര മാത്രമേ കരുതിയുള്ളൂ. പക്ഷേ ഇത് എന്നെ ശരിക്കും ഞെട്ടിച്ചുളഞ്ഞു. വെയിൽസിലെ പ്രകൃതി ഭംഗി ആസ്വദിച്ചു കൊണ്ടുള്ള ആ ഒരു യാത്ര അതൊരു വല്ലാത്ത ഫീൽ തന്നെയായിരുന്നു.
ആ യാത്ര വന്നു നിന്നത് ഇവിടെയാണ്. ചെഗുത്താൻ്റെ വായ എന്നറിയപ്പെടുന്ന ബെൽമൗത്ത് സ്പിൽവേ. ഇതാണ് വെയിൽസിലെ പോൺസ്റ്റിക്കിൾ റിസർവോയർ. സൗത്ത് വെയിൽസിലാട്ടോ അത്. 250 ഏക്കറാണ് ഇതിൻ്റെ സർഫസ് ഏരിയ വരുന്നത്. മാക്സിമം ഡെപ്ത് എന്ന് പറയുന്നത് 30 മീറ്ററും 1080 ഫീറ്റ് ഉയരത്തിലാണ് ഇത് നിൽക്കുന്നത്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ഈ കാണുന്ന വലിയ കിണർ പോലെ തോന്നുന്ന സ്പിൽവേ ആണ്. ഇതിനെ പ്ലഗ് ഹോൾ എന്നും ബെൽമൗത്ത് സ്പിൽവേ എന്നും ചെഗുത്താൻ്റെ വായ എന്നൊക്കെ പറയും. ഞാൻ വന്നപ്പോൾ റിസർവോയർ വെള്ളം വളരെ കുറവായിരുന്നു. അങ്ങനെ കാഴ്ചകൾ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ അതാ എവിടെയോ നിന്നൊരു ചൂളം വിളി. നോക്കുമ്പോൾ അങ്ങ് ദൂരെ ഒരു സ്റ്റീം എഞ്ചിൻ യാത്രക്കാരുമായി വരുന്നത്. ഇവിടുത്തെ മറ്റൊരു അട്രാക്ഷനാണ് കേട്ടോ ഈ ബ്രെക്കോൺ മൗണ്ടൻ റെയിൽവേ. അടുത്ത പ്രോഗ്രാം ഡെസ്റ്റിനേഷനായ ഡെവണിൽ എത്തേണ്ടതുകൊണ്ട് അധികം സമയം കളയാനില്ലാത്തതുകൊണ്ടും മറ്റൊരു ദിവസം ഇവിടെ വരാം എന്നുറപ്പിച്ച് അവിടെ നിന്ന് തിരിച്ചു. സൗത്ത് വെയിൽസിൽ നിന്ന് ഡെവണിലേക്കുള്ള യാത്ര കണ്ടതാട്ടോ ഈ കാഴ്ചകൾ. നിങ്ങളിത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കി. ഈ മിററിൽ ബാക്കിൽ കണ്ടോ ഒരു ചെറിയൊരു സാധനം ഓടി വരുന്നത് കണ്ടോ? ഞാൻ അടുത്ത് കാണിച്ചു തരാവേ. ഇവരെ ഒന്ന് കയറ്റി വിട്ട് ആ വീഡിയോ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ കഷ്ടപ്പെട്ടു. ഒറ്റയ്ക്കുള്ള ഡ്രൈവിങ്ങും ഒരു കയ്യിൽ ക്യാമറയും വെച്ചിട്ടുള്ള അതിസാഹസികമായ ഡ്രൈവിംഗ് ആണ്. എങ്കിലും ഈ വീഡിയോ മിസ്സാക്കരുതെന്ന് എനിക്ക് നിർബന്ധമുള്ളത് കൊണ്ട് തന്നെ അവരെ മാക്സിമം അവർ കയറിപ്പോകുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്തു. ഇതാ ഒരു വിൻറ്റേജ് കാർ, ഒരു പഴയ മോഡൽ. ഇത് ഏതാ മോഡലെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ കാണാൻ നല്ല ഭംഗിയില്ലേ. കുറച്ചും കൂടി അങ്ങനെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ കണ്ട കാഴ്ചയാണ് ഇതാ ഒരു വിൻറ്റേജ് കാർ അടുത്തത്. ഫുൾ ഓപ്പണൊക്കെ ആക്കി നല്ല വെയിലൊക്കെ കൊണ്ട് നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെത്ര സ്പീഡ് ഉണ്ടാവും അറിയാമോ? ഈ ജാംബോൻ്റെ കാലത്തെ കാർ എന്നൊക്കെ നമ്മൾ പറയാറുള്ള പോലത്തെ ഒരു മുതൽ. പക്ഷെ 100-110 കിലോമീറ്റർ സ്പീഡിലാണ് ഇപ്പോൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും പഴയൊരു മോഡൽ കാറ് 100 കിലോമീറ്റർ സ്പീഡിലൊക്കെ ഓടാന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? പക്ഷേ വിശ്വസിച്ചേ പറ്റൂ. കാരണം ഇവിടുത്തെ മോട്ടോർ വേയിലെ സ്പീഡ് എന്ന് പറയുന്നത് സ്പീഡ് ലിമിറ്റ് 60-70 മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് തന്നെയാണ്. ഇവരിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ 60-70 മൈൽസിലാണ്. അങ്ങനെ നമ്മൾ മുമ്പോട്ട് പോയി ഡെവൺ എത്താറായപ്പോൾ കണ്ട കാഴ്ചയായിട്ടും അത്. പലപ്പോഴും വഴിയിൽ വിൻഡ് മിൽസൊക്കെ പല സമയത്തും പല സ്ഥലത്തും കാണാറുണ്ടെങ്കിലും അതൊന്നും ഇറങ്ങി വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റാറുണ്ടായിരുന്നില്ല. കാരണം ഇവിടെ പല സ്ഥലത്തും പാർക്കിംഗ് നമുക്ക് കിട്ടാറില്ലായിരുന്നു. അങ്ങനെ ഇന്ന് നമുക്ക് നല്ലൊരു പാർക്കിംഗ് സ്പേസ് കിട്ടി ഒരു വിൻഡ് മില്ലിൻ്റെ സൈഡിൽ തന്നെ. എന്നാൽ പിന്നെ ഈ അവസരം ഉപയോഗിക്കാമെന്ന് വിചാരിച്ച് ഞാൻ വീഡിയോ എടുക്കാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ വണ്ടി ഒതുക്കി നമ്മൾ കുറച്ചും കൂടി ക്ലോസ് ആയിട്ട് നിന്നെടുത്ത് വിഷ്വൽസ് ആർട്ടേ കാണുന്നത്. എന്തോ ഒരു വലിപ്പമാണല്ലേ ഈ മുതലിന്. ഇത് അകലേന്ന് കാണുമ്പോൾ നമ്മൾ ഇത്രയൊന്നും വിചാരിക്കില്ല, പക്ഷേ എത്ര വലുതാന്ന് നോക്കിയത്. അങ്ങനെ വിൻഡ് മില്ലെല്ലാം ഷൂട്ട് ചെയ്ത് നമ്മൾ നമ്മുടെ പ്രോഗ്രാം ഡെസ്റ്റിനേഷനിലെത്തി. അവിടെ വന്ന് നമ്മൾ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം സെറ്റ് ചെയ്ത് സൗണ്ട് ചെക്കൊക്കെ കഴിഞ്ഞു. അതിൻ്റെ വിഷ്വൽസാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ദെൻ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പ്രോഗ്രാമിൻ്റെ കൂടുതൽ വിഷ്വൽസോ ഓഡിയോസോ ഒന്നും പ്ലേ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷം. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.